നമ്മൾ മനസ്സിലാക്കുന്നത് നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗം അതിൽ CPIയുടെ മന്ത്രിമാര് പങ്കെടുക്കാനിടയില്ല എന്നാണ്. അത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്തും നടന്നിട്ടുണ്ട്. അതുപോലെ 1969 സപ്തകക്ഷി ഭരണം നടക്കുമ്പോൾ CPI മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചിട്ടുണ്ട്. അന്നത്തെ സാഹചര്യമല്ല ഇന്ന്. പിണറായി സർക്കാരിന്റെ കാലത്തെ ബഹിഷ്കരണം തോമസ് ചാണ്ടിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാതിരുന്നതിന്റെ പേരിലായിരുന്നു. പിറ്റേന്ന് മാറ്റി, അപ്പൊ പ്രശ്നം തീർന്നു. അതിന് 69 ഈ CPM-CPI സംഘർഷം ഉണ്ടായപ്പോൾ MN ഗോവിന്ദൻ നായരും TP തോമസും അവരാണ് CPI മന്ത്രിമാര്. അവർ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നു. അന്ന് CPI മന്ത്രിമാരില്ലാതിരുന്നത് കൊണ്ട് മന്ത്രിസഭാ യോഗം തീരുമാനങ്ങൾ എടുക്കാതെ പിരിഞ്ഞു. പക്ഷെ ഇന്നതല്ല സ്ഥിതി. ഇന്ന് CPI ആവശ്യപ്പെടുന്ന ഡിമാൻഡ്, അവരുടെ ആവശ്യം, അത് അംഗീകരിച്ചു കൊടുക്കാൻ നിർവാഹമില്ലാത്ത ഒരു പതനത്തിൽ എത്തി നിൽക്കുകയാണ് CPM. നാളെ ഒരുപക്ഷെ അവർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാറി നിന്നേക്കാം. അവര് പങ്കെടുക്കുന്നില്ലെങ്കിൽ മന്ത്രിസഭാ യോഗം മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടും. കൂടുതൽ സമവായ ചർച്ചകൾക്ക്, ഒത്തുതീർപ്പുകൾക്കുള്ള ശ്രമങ്ങൾക്ക് ഒരു സമയം കിട്ടും. അങ്ങനെ ചെയ്തേക്കാം. എന്നിട്ടും ഒരു പ്രശ്നപരിഹാരം ഉണ്ടാവുന്നില്ലെങ്കിൽ പിന്നീട് CPI മന്ത്രിമാർക്ക് മന്ത്രിസഭ വിട്ടുപോരുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയില്ലാതെ വരും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് CPIക്ക് എന്താണ് പ്രയോജനം? ഇന്നത്തെ നിയമസഭയിലെ അംഗബലം വെച്ച് നോക്കുമ്പോൾ CPIയുടെ പിന്തുണ പിൻവലിച്ചത് കൊണ്ട് മന്ത്രിസഭയ്ക്കൊന്നും സംഭവിക്കാനില്ല.